പാലക്കാട് ദേശീയപാത ഉപരോധിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ ഷാഫി പറമ്പിൽ എംപിക്ക് അറസ്റ്റ് വാറണ്ട്. പാലക്കാട് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ്. 2022 ജൂൺ 24 പാലക്കാട് കസ്ബ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ MP ഓഫീസ് SFI പ്രവർത്തകർ തല്ലി തകർത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ഉപരോധം. സാജിദ് അജ്മൽ ചേരുന്നു. സാജിദ്, കേസിന്റെ വിശദാംശങ്ങളും ഒപ്പം കോടതി നിർദ്ദേശമില്ല. വടകര MP ആയ ഷാഫി പറമ്പിലിനെ അറസ്റ്റ് ചെയ്യാനാണ് ഇപ്പോൾ കോടതി വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ വാർത്ത പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ സൈബർ ഇടങ്ങളിൽ അന്തംഗമ്മി ക്രിമിനൽ SFI DYFI ക്രിമിനൽ ഗുണ്ടകൾ നടത്തുന്ന വലിയ ഒരു പ്രചരണമുണ്ട്. ഷാഫിയെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു. എന്തിനാ ഷാഫിയെ അറസ്റ്റ് ചെയ്യുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധമുള്ള പരാതിക്കാരി പറഞ്ഞ ചില തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഷാഫി പറമ്പിലിനെയും അറസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രചരണം അയച്ചു വിടുന്നുണ്ട്. എൻ്റെ അന്തംഗമ്മി അടിമകളെ, പിണറായി വിജയൻ്റെ തീട്ടന്നക്കികളായ അടിമകളെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇപ്പോൾ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത് അത് ഷാഫി പറമ്പിൽ റോഡ് ഉപരോധിച്ചുമായി ബന്ധപ്പെട്ടാണ്. അത് നിങ്ങളുടെ ഈ ക്രിമിനൽ സംഘങ്ങൾ വയനാട്ടിൽ രാഹുൽ ഗാന്ധി MP ആയിരിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ ഓഫീസ് തല്ലി തകർത്തതിൽ പ്രതിഷേധിച്ച് കേരളത്തിൽ ഉടനീളം നടന്നിട്ടുള്ള പ്രതിഷേധങ്ങളുടെ ഭാഗമായി പാലക്കാട് സേലം നാഷണൽ ഹൈവേ, ആ നാഷണൽ ഹൈവേ ഉപരോധിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അറസ്റ്റ് വാറണ്ട്. ഇത് വലിയ തേങ്ങാക്കാരിയൊന്നുമല്ല. ഇത് രാഹുലുമായി ബന്ധമുണ്ടായതുകൊണ്ടല്ല, ഇത് എവിടെയെങ്കിലും ഏതെങ്കിലും പരാതിക്കാരി ഉണ്ടായതുകൊണ്ടല്ല, ഇത് സ്ത്രീ പീഡനമല്ല, ഇത് ബലാത്സംഗമല്ല, ഇത് പീഡനങ്ങളും ഒന്നുമല്ല. അതിനുവേണ്ടി വാങ്ങി വെച്ച വെള്ളം അങ്ങ് മാറ്റി വെച്ചേക്കൂ എന്ന് മാത്രമേ അന്തംഗമ്മി അടിമകളായ ക്രിമിനൽ സംഘങ്ങളോട് പറയാനുള്ളൂ. നിങ്ങൾ കുറെ കാലമായിട്ട് ഷാഫിയെയും രാഹുലിനെയും വീഴ്ത്താൻ നടക്കുന്നു. ഇപ്പം രാഹുലിനെ നിങ്ങൾ അറസ്റ്റ് ചെയ്തു. പിണറായി വിജയന്റെ മുഖത്ത് നോക്കി എടോ വിജയ എന്ന് വിളിച്ചതിൻ്റെ കലിപ്പ് പിണറായി വിജയൻ തീർത്തു. ശരി തന്നെ, അറസ്റ്റ് ചെയ്തോളൂ, കുഴപ്പമില്ല. പക്ഷേ ഇത് കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുള്ള അറസ്റ്റല്ല. കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ട് പൊരുത്തം ജയിലിൽ കിടക്കുന്നുണ്ട്. ഷഡ്ഡി കട്ടതിന് ആന്റണി രാജു ജയിലിൽ കിടക്കുന്നുണ്ട്. അത് കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ട് നിങ്ങളുടെ മന്ത്രി, നിങ്ങളുടെ MLA, മനസ്സിലായില്ലേ? ആ MLA അയോഗ്യനാക്കാൻ ഒരാളും പരാതി നൽകേണ്ടി വന്നില്ല. കോടതി തന്നെ അയോഗ്യനാക്കി. മനസ്സിലായില്ലേ? അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യരാക്കാൻ, അതിലൂടെ ഷാഫി പറമ്പിലിനെ വലിച്ച് താഴെയിടാനൊക്കെ നിങ്ങൾ നിരന്തരമായ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നറിയാം. അടിമകളെ, നിങ്ങളുടെ രാജാവ് ഇനി 10 ജന്മമെടുത്താലും നോ വേ, അതിന് നിങ്ങൾക്ക് സാധിക്കില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾക്ക് ആർക്കും വേണ്ട. ഇതിപ്പോൾ എന്താ കേസ്? ഇത് കേസ് എന്ന് പറഞ്ഞാൽ SFI ക്രിമിനൽ സംഘങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിച്ചു. അതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കേരളത്തിൽ ഉടനീളം പ്രതിഷേധങ്ങൾ നടത്തി. ഇതിൻ്റെ ഭാഗമായിട്ട് ഷാഫി പറമ്പിലും പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തു. റോഡ് ഉപരോധിച്ചു, നാഷണൽ ഹൈവേ ഉപരോധിച്ചു. അതിൻ്റെ ഭാഗമാണ് ഇത്. ഇനിയിപ്പോൾ ഇതിലുള്ള നടപടി എന്താ? ഇത് കോടതിയിൽ ഇപ്പോൾ 24-ന് ഇത് കോടതി പരിഗണിക്കും. ആ 24-ന് പരിഗണിക്കുമ്പോൾ കോടതിയിൽ ചെന്ന് ഒരു ഫൈൻ അടച്ച്, ചിലപ്പോൾ ഇതിലിപ്പോൾ നിങ്ങളിപ്പോൾ കൊണ്ടു നടക്കുന്ന ഇതേ കേസിൽ ശിക്ഷിക്കപ്പെട്ട ആളുണ്ട്. എന്താണ്? നിങ്ങളിപ്പോൾ കൊണ്ടു നടക്കുന്ന P സരീനുണ്ടല്ലോ, ആ സരീന് ഇതേ കേസിൽ പ്രതിയാണ്, 9ാം പ്രതിയായിരുന്നു സരീന്. പക്ഷേ കോടതി വിളിച്ചപ്പോൾ അവനൊരു പണിയും ഇല്ലാത്തത് കൊണ്ട്, അവന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പുറകെ നടക്കലായതുകൊണ്ട് അവനെന്താക്കി, ആ കോടതിയിൽ പോയി 500 രൂപ ഫൈൻ അടച്ചു എന്ന് മാത്രമല്ല, രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്ന് പറഞ്ഞാൽ കോടതിയുടെ സമയം കഴിയുന്നത് വരെ അവിടെ ഒരു ശിക്ഷ എന്നുള്ള രീതിയിൽ അവിടെ സമയം ചിലവഴിക്കാനും ഈ സരിനോട് പറഞ്ഞു. സരിൻ അത് ചെയ്തു. അതോടുകൂടി തീർന്നതാണ്. ഇപ്പോൾ ഷാഫി പറമ്പിലിൻ്റെ കാര്യത്തിലും അതുപോലെയാണ്. ഇപ്പോൾ നാളെ 24-ന് കോടതിയിൽ പോകുമ്പോൾ കോടതി എന്താണ് ശിക്ഷ പറയുന്നത്, എന്താണ് ഫൈന് പറയുന്നത്, അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. അതല്ലാതെ ഷാഫിയെ അങ്ങ് പിടിച്ചു കൊണ്ടുപോയി അകത്തിടാമെന്നൊക്കെ നിങ്ങൾ വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ്റെ അടിമകൾ രാജാവിൻ്റെത് ഊമ്പിയാൽ മതി എന്ന് ഞാൻ പറയും. മനസ്സിലായില്ലേ? ഇപ്പം ചില ആളുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നത് എന്താ, ഇപ്പോൾ ഒരു വടകരയിലെ ഫ്ലാറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര സംഭവം ഉണ്ടായിരുന്നല്ലേ, അതുമായി ബന്ധപ്പെട്ടാണ് വടകരയിലെ ആരുടെ ഫ്ലാറ്റ്, ഏതവൻ്റെ ഫ്ലാറ്റ്,
അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഈ പറയുന്ന അറസ്റ്റ് എന്നൊക്കെ പ്രചരിപ്പിക്കുന്ന അന്തം കമ്മി അടിമകളുണ്ട്. അടിമകളെ സംബന്ധിച്ചിടത്തോളം എല്ലാ നിലയിലും 8 നിലയിൽ പൊട്ടി നിൽക്കുകയാണ്. പ്രതിസന്ധികൾക്ക് മുകളിൽ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ അവസാനം യാതൊരു വഴിയും ഇല്ലാതെ വന്നപ്പോൾ അങ്ങ് കണിച്ചിക്കുളങ്ങരയിൽ നിന്നുള്ള വർഗീയവാദി വെള്ളാപ്പള്ളി നടേശനെ NSSന്റെ സുകുമാരൻ നായരുമായി കൂട്ടിച്ചേർത്തുകൊണ്ട് VD സതീശനെ അങ്ങ് മൂക്കിൽ വലിച്ചു കളയാം എന്ന് അടിമകൾ കരുതുന്നുണ്ടെങ്കിൽ അടിമകളെ വെയിറ്റ്, ഇനി ഒരുപാട് ദിവസമൊന്നുമില്ല. ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒന്ന് കഴിഞ്ഞോട്ടെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ചിത്രമെന്നുള്ളത്. ഏതൊക്കെ സുകുമാരനും ഏതൊക്കെ വെള്ളാപ്പള്ളി നടേശനും തീരുമാനിച്ചാലും ഒന്നും മൂക്കിൽ വലിക്കാൻ കഴിയുന്ന ആളല്ല VD സതീശൻ എന്നുള്ള കാര്യം. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് കൊണ്ട് തിരിച്ചടികൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ CPMനെ സംബന്ധിച്ചിടത്തോളം. കാരണം എന്താ? കാരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് രാഹുലിന് വലിയ എനർജിയായി, അയാൾക്ക് വലിയ ഇന്ധനമായി, അയാളുടെ ജനസ്വീകാര്യത വർദ്ധിച്ചു, അയാൾക്ക് വലിയ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു, അത് ഒന്നുകൂടി വികസിച്ചു, അയാൾക്കൊരു സ്റ്റാർഡം ഉണ്ടായിരുന്നു, അതും ഒന്നുകൂടി വികസിച്ചു. അങ്ങനെ എല്ലാ നിലയിലും 8 നിലയിൽ മൂഞ്ചി നിൽക്കുകയാണ്. കോടതിയിൽ പോയി നോക്കുമ്പോൾ കോടതിയിലും കാര്യങ്ങൾ അനുകൂലമാകുന്നില്ല. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഒരു അറസ്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു കോടതികളിൽ നിന്ന് ജാമ്യം ലഭിക്കണമെങ്കിൽ ഒരു കുറഞ്ഞ സമയമെടുക്കും. അത് ആ ഒരു ഡ്രോബാക്ക് രാഹുലിനുണ്ട് എന്നല്ലാതെ അതിനപ്പുറം. കാരണം കോടതിയിലേക്ക് ഒരു ജാമ്യാപേക്ഷയുമായി എത്തുമ്പോൾ ഇവിടെ ഒന്നാമത് കേസ് പരിഗണിക്കുന്നത് മജിസ്ട്രേറ്റ് കോടതിയാണ്. മജിസ്ട്രേറ്റ് കോടതി ഇങ്ങനത്തെ കാര്യങ്ങളിൽ ജാമ്യം നൽകൂല. അപ്പോൾ അത് അപ്പുറത്തേക്ക് പോകണം. അപ്പുറത്തേക്ക് പോകണമെങ്കിൽ ഇവിടുന്ന് അത് തള്ളണം. അപ്പോൾ അവിടുന്ന് തള്ളണമെങ്കിൽ അതിനൊരു 2-3-4 ദിവസം പിടിക്കും. ഇനി അവിടുന്ന് തള്ളി ഇപ്പുറത്ത് പോയി കഴിഞ്ഞാൽ, ജില്ലാ കോടതിയിൽ പോയി കഴിഞ്ഞാൽ ആദ്യം അപേക്ഷ കൊടുക്കണം. അപേക്ഷ കൊടുക്കുമ്പോൾ ഹർജി ഫയൽ സ്വീകരിക്കാൻ 1 ദിവസം വേണം. പിന്നെ അത് പരിഗണിക്കുന്നു എന്ന് പറയാൻ പിറ്റേന്ന് മാറ്റുന്നു. അന്ന് അത് പരിഗണിക്കാതെ വീണ്ടും 2 ദിവസം കഴിഞ്ഞിട്ട് മാറ്റുന്നു. അങ്ങനെ ഇനിയിപ്പോൾ നാളെയാണ് ആദ്യവും പരിഗണിക്കുന്നത്. അങ്ങനെ വീണ്ടും മാറ്റി. അപ്പോൾ ആ ഒരു സമയക്രമമുണ്ട്. അതിനപ്പുറത്തേക്ക് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം വേറെ ഒരു കുഴപ്പവും അയാൾക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് അവിടെ ഒരു ഭാഗത്ത് നിൽക്കട്ടെ. അപ്പോൾ ഈ വാർത്ത കേട്ട ഉടനെ കാള പെട്ടു എന്ന് കേൾക്കുമ്പോഴേക്കും കയറെടുക്കുന്ന സഖാക്കള്, ക്രിമിനൽ അടിമകള്. ആ അടിമകൾ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി. ഇത് രാഹുലുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമല്ല. ഇത് 2022 അന്ന് ഈ നാഷണൽ ഹൈവേ ഉപരോധിച്ചതുമായി ബന്ധപ്പെട്ട ഒരു കേസാണ്. ആ കേസിലാണ് അത് ഫൈൻ അടച്ചാൽ, അല്ലെങ്കിൽ കോടതി പറയുന്ന ചിലപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ കോടതിയിൽ നിൽക്കുക, അങ്ങനെ വല്ലതുമായിരിക്കാം. അങ്ങനെ ചെറിയ ശിക്ഷകളിൽ തീരുന്നതാണ്. അതല്ലാതെ ഇതെന്തോ വലിയ മലമറിക്കുന്ന സംഭവമാണ്, അല്ലെങ്കിൽ എന്തോ വലിയ സ്ത്രീ പീഡനമാണ് എന്നൊക്കെ രീതിയിൽ കൊട്ടിഘോഷിക്കേണ്ട. നിങ്ങൾക്ക് വിവരമില്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് വിവരമുണ്ട് എന്നുള്ളത് സഖാക്കൾ മനസ്സിലാക്കുക. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് വിവരമില്ലെങ്കിലും കേരളത്തിലെ ജനങ്ങൾക്ക് വിവരമുണ്ട് എന്നുള്ള കാര്യം സഖാക്കളൊന്ന് മനസ്സിലാക്കുക. അത്രേ ഈ സഖാക്കളോട് പറയാനുള്ളൂ. അതിനപ്പുറത്തേക്ക് ഈ രാജാവിൻ്റെ തീട്ടം തിന്ന് രാജാവിൻ്റെ തീട്ടം നക്കിയിട്ട് പൊട്ടന്മാരായ സഖാക്കൾ അടിമകളോട് നിങ്ങളെപ്പോലെ എല്ലാവരും തീട്ടാണ് തിന്നുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. നിങ്ങൾ തീട്ടായിരിക്കും തിന്നത്. രാവിലെ തൂറിയിട്ട് രാജാവ് തീട്ടം നീട്ടുന്നുണ്ടാവും നിങ്ങളുടെ മുമ്പിലേക്ക് പാത്രത്തിലാക്കിയിട്ട്. അത് നിങ്ങൾ നക്കുന്നുണ്ടാകും. അതുപോലെ കേരളത്തിലെ ജനങ്ങൾ തീട്ടമല്ല തിന്നുന്നത്. ഇത് അരിയാഹാരം തിന്നുന്ന കേരളത്തിലെ എല്ലാ മനുഷ്യർക്കും വ്യക്തമായി അറിയാം എന്താണ് കേസ്, എവിടെയാണ് കാര്യങ്ങൾ എന്നൊക്കെ. പിന്നെ എന്തിനാണ് നിങ്ങളിങ്ങനെ അസംബന്ധങ്ങൾ വിളിച്ച് പറഞ്ഞ് കള്ളങ്ങൾ പ്രചരിപ്പിച്ച് വ്യാജങ്ങൾ പ്രചരിപ്പിച്ച് ഇതിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമോ? ഒന്നുമില്ല. നിങ്ങൾക്ക് ഷാഫിയോടുണ്ടായ വൈരാഗ്യം എവിടെ നിന്ന് തുടങ്ങിയതാ? അത് നിങ്ങളുടെ ശൈലജയെ അടിച്ച് മൂലക്കിരുത്തിയ ആ നിമിഷം മുതൽ 1,14,506 വോട്ടിന് ശൈലജയെ തോറ്റു തുന്നം പാറിച്ചപ്പോൾ മുതൽ തുടങ്ങിയതാണ് നിങ്ങളുടെ പരാക്രമങ്ങൾ. അപ്പോഴാണോ തുടങ്ങിയതെന്ന് ചോദിച്ചാൽ അല്ല, അതിന് മുൻപ് തുടങ്ങിയിട്ടുണ്ട്. ഷാഫി പറമ്പിൽ പാലക്കാട് നിന്ന് വടകരയിലേക്ക് വണ്ടി കയറിയ നിമിഷം മുതൽ ഈ പരാക്രമം തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതറിയാം. പക്ഷേ അത് ശൈലജയെ അടിച്ച് മൂലക്കിരുത്തിയപ്പോൾ ആ പരാക്രമം ഒന്നുകൂടി വർദ്ധിച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്താണെങ്കിലും മക്കൾ കുറച്ച് ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യേ. പിണറായി വിജയനെ ജനം കാർക്കിച്ച് തുപ്പി, മുഖത്ത് കാർക്കിച്ച് തുപ്പി ഇറക്കി വിടുന്ന ദിവസം
അതിവിദൂരമല്ല എന്നുള്ളതാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടം കേസുമായിട്ട് ഷാഫി പറമ്പിലിന് ഇപ്പോൾ വന്നിരിക്കുന്ന അറസ്റ്റ് വാറന്റിനെ കൂട്ടിവെക്കാൻ തത്രപ്പാട് നടത്തുന്ന AKG സെൻറ്ററിലെ കനകോലുകുമാരോട് MP നികേഷ് കുമാറിനോട് പൊട്ടക്കണറ്റിലിറങ്ങിയിട്ട് തവളയാവരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ ആ നികേഷ് അടക്കമുള്ള ബുദ്ധിജീവികൾ പൊട്ടന്മാരായതുകൊണ്ടല്ല, അത് രാജാവിൻ്റെ തീട്ടം തിന്നതുകൊണ്ട് ഇവരുടെയൊക്കെ ബുദ്ധി റിവേഴ്സ് ഗിയറിലേക്കാണ് പോവുക. ബുദ്ധി ഉണ്ടാവില്ല. ബുദ്ധി എന്ന് പറയുന്നത് ബുദ്ധിക്കും എല്ലാത്തിനും നെഗറ്റീവും പോസിറ്റീവും ഉള്ളതുപോലെ ബുദ്ധിക്കും ഈ രണ്ട് വശങ്ങളുണ്ട്. ബുദ്ധിയുടെ പോസിറ്റീവ് വശമാണ് ബുദ്ധി എന്ന് പറയുന്നത്, അതിൻ്റെ നെഗറ്റീവ് വശമാണ് കുരുട്ട് ബുദ്ധി എന്ന് പറയുന്നത്. ഈ കുരുട്ട് ബുദ്ധി ഇവർക്ക് തീട്ടം തിന്നുന്നത് കൊണ്ട് വേണ്ടവോളം വർദ്ധിക്കുന്നുണ്ട്. എന്നാൽ ബുദ്ധി ഒരു മനുഷ്യനുണ്ടാവേണ്ട, മനുഷ്യനാവാനുള്ള കാരണം എന്ന് പറയുന്നത് ബുദ്ധി ഉള്ളത് കൊണ്ടാണ്. ആ ബുദ്ധി ഇവർക്ക് ഇങ്ങനെ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുക. കാരണം എന്താ? തീട്ടാണ് തിന്നുന്നത്. രാജാവ് എല്ലാ ദിവസവും തൂറി, രാജാവും കുടുംബവും അടക്കം തൂറിയിട്ട് നീട്ടുകയല്ലേ. നക്കിക്കോളി അടിമകളെ, അടിമകൾ അതിങ്ങനെ നക്കും.